نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ രണ്ടാമനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ വംശപരമ്പരയും അദ്ദേഹം അറിയപ്പെട്ട കുനിയത്തുകളും ലഖബുകളും അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യമായ ചർച്ച. അറബികളിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശി ഗോത്രം. ഖുറൈശ് ഗോത്രത്തിലെ അതിന് പല ഉപഗോത്രങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉപഗോത്രമാണ് ബനു അദിയ്. ഈ ബനു അദിയ് ഗോത്രത്തിലാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രമുഖ ഉപഗോത്രം എന്ന് പറയാൻ കാരണം ഖുറൈശികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ ഭരണ വിഷയങ്ങളിൽ മറ്റ് ഗോത്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ മധ്യസ്ഥ ചർച്ചകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബനു അദിയ് ഗോത്രത്തിലുള്ള പൂർവ പിതാക്കന്മാരായ ആളുകളായിരുന്നു. അങ്ങനെ ഖുറൈശികളിൽ ഈ ഒരു രംഗത്ത് പ്രസിദ്ധിയാർജിച്ച അല്ലെങ്കിൽ സ്ഥാനവും പദവിയുമുള്ള ഒരു ഉപഗോത്രമാണ് ബനു അദിയ് ഗോത്രം. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഈ ഒരു ജോലി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്ന് കാണാം. മറ്റ് വിഭാഗങ്ങളുമായി ഉള്ള പ്രശ്നങ്ങളിൽ ഒരു അംബാസഡറിലെ ജോലി നിർവഹിക്കാൻ തന്റെ പിതാമഹന്മാരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ പരിചയത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കാര്യം നിർവഹിച്ചിരുന്നത്. ഇത് അദ്ദേഹത്തിന് ബനു അദിയ് ഗോത്രത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതാണ്. ഏതെങ്കിലും ആളുകളോട് ഫഖ്ർ പറയാൻ, അതായത് തന്റെ ഗോത്രത്തിന്റെ മഹിമ പെരുമ നടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫഖ്ർ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടുന്ന ഘട്ടമുണ്ടാകുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അയച്ചിരുന്നത് എന്ന് കാണാം. അതേപോലെ ശക്തനും ബുദ്ധിമാനും ഈ ഇത്തരം കുടുംബ പാരമ്പര്യങ്ങളും വംശാവലിയും അറബികളുടെ ചരിത്രവുമൊക്കെ കൃത്യമായി അറിയുന്ന ബുദ്ധിമാനായ ആളായിരുന്നു എന്നതുകൊണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ സ്ഥാനം ലഭിച്ചിരുന്നു എന്നതാണ്. ഉമറു അദ്ദേഹത്തിന്റെ വംശാവലി ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റിയാഹ് ഇബ്നു അബ്ദില്ല ഇബ്നു ഖുർത്ത് ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹിർ. ഈ ഫിഹിർ എന്നുള്ള ആളാണ് ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അയാളിലേക്ക് ചേർത്തുകൊണ്ടാണ് ഖുറൈശി ഗോത്രം അറിയപ്പെടുന്നത്. അപ്പൊ ഖുറൈശിയാണ്. ഖുറൈശി ഗോത്രത്തിൽ ബനു അദിയ് ഉപഗോത്രത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശ പരമ്പരയുമായി കഅബ് ഇബ്നു ലുഅയ് എന്ന 9ാമത്തെ പിതാവ് അല്ലെങ്കിൽ 8ാമത്തെ വല്യാപ്പ പിതാമഹനിൽ നബിയുടെ പിതാമഹനുമായി, കാരണം നബിന്റെ പിതാമഹനാണ് കഅബ് ഇബ്നു ലുഅയ്, നബിന്റെ പരമ്പരയിൽ വരുന്ന. അതേപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ 8ാമത്തെ പിതാമഹനായി വരുന്ന ആളുമാണ് കഅബ് ഇബ്നു ലുഅയ്. പിതാമഹനിൽ നബിയുടെ വംശപരമ്പരയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയും ഒരുമിച്ച് ചേരുന്നു. അപ്പോ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഉമറും നബിയും എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ ഹന്തമ ബിന്തു ഹാഷിം ഇബ്നുൽ മുഗീറ, ഹന്തമയാണ് ഉമ്മ. ഈ ഹന്തമ ബിന്ത് ഹാഷിമാണോ അതല്ല അബൂലഹബിന്റെ സഹോദരിയാണോ എന്നിങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്ക് കാണാം. ഏതായിരുന്നാലും പേര് ഹന്തമയാണ്. ഈ 2 അഭിപ്രായങ്ങളിൽ ഹന്തമ ബിന്തു ഹാഷിമാണ് എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. അബൂ സിദ്ദീഖിന്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹിജ്റ വർഷം എണ്ണി തുടങ്ങുന്നതിന് മുമ്പ് ആനക്കലഹ വർഷത്തോട് ചേർത്തുകൊണ്ടാണ് വർഷം എണ്ണാറുള്ളത്. കാരണം അതിന്റെ മുമ്പ് ഇങ്ങനെ ഹിജ്റ വർഷം എണ്ണുന്ന സമ്പ്രദായം തുടങ്ങിയ ഉമർ ഖത്താബിന്റെ കാലത്താണല്ലോ. അപ്പൊ അതിനു മുമ്പ് ആനക്കലഹ വർഷത്തിന്റെ ഇത്ര മുമ്പ് അല്ലെങ്കിൽ ഇത്ര ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉമർ ഖത്താബ് ജനിക്കുന്നത് ആനക്കലഹ സംഭവം, അതായത് അബ്രഹത്തും സൈന്യവും കഅബ തകർക്കാൻ വേണ്ടി യമനിൽ നിന്ന് വന്ന ആ സംഭവം,
അതിന്റെ 13 വർഷം കഴിഞ്ഞാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്നാൽ മക്കളിലേക്ക് ചേർത്ത് പറയുന്ന, അപ്പൊ അബു അല്ലെങ്കിൽ ഉമ്മോ മകനെ അല്ലെങ്കിൽ മകളിലേക്ക് ചേർത്തുകൊണ്ട് പിതാവിന്റെ പേര് പറയുക. അറബികൾക്കിടയിൽ ഇന്നും പതിവായി അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പേരായിരിക്കൂല, ഈ അബു ചേർത്തിട്ട് മക്കളിലേക്ക് ചേർത്താൻ, അതിനാണ് കുനിയത്ത് എന്ന് പറയാ. അബു ഹഫ്സ് എന്ന പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായി തീർന്നു. എന്നാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ, അതായത് ഉമർ ഖത്താബിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു പോയപ്പോ ഈ ഒരു അബു ഹഫ്സ് എന്ന് മാത്രം പരാമർശിച്ചു പോയിട്ടേ ഉള്ളൂ. അതിന് അല്പം കൂടി ഒരു വിശദീകരണം. അബു ഹഫ്സ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് പരിശോധിച്ചാൽ, സാധാരണ മക്കളിലേക്ക് ചേർത്താണ് കുനിയത്താകുമ്പോ അറിയപ്പെടുക. ലഖബാകുമ്പോ സ്ഥാനപ്പേരാണ്. ഒരാളുടെ നല്ല സ്വഭാവമോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവമോ രണ്ടായിരുന്നാലും അങ്ങനെ രണ്ടാം പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, ആ രണ്ടാം പേരിനാണ് ലഖബ്, സ്ഥാനപ്പേര് എന്ന് പറയുന്നത്. ഇവിടെ കുനിയത്താകുമ്പോ മക്കളിലേക്ക് ചേർത്തുകൊണ്ടാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 13 മക്കൾ, 9 ആൺകുട്ടികളും 4 പെൺകുട്ടികളും, അങ്ങനെ 13 മക്കൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. പക്ഷേ ഹഫ്സ് എന്ന പേരിൽ ഒരു ആൺകുട്ടിയും അദ്ദേഹത്തിനില്ല. അപ്പൊ പിന്നെ ഹഫ്സ് എന്ന്, അബു ഹഫ്സ് എന്ന് എന്തുകൊണ്ട് അറിയപ്പെട്ടു? അതിന് ഒരു വിഭാഗം പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഹഫ്സ് എന്ന വാക്കിന്റെ അർത്ഥം സിംഹക്കുട്ടി എന്നാണ്, ഷിബില് എന്നർത്ഥം. അപ്പൊ അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹക്കുട്ടിയുടെ ബാപ്പ എന്ന് കിട്ടും. അങ്ങനെ പറയാൻ കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, സിംഹക്കുട്ടിന്റെ വാപ്പ എന്തായിരിക്കും? സിംഹമായിരിക്കും. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സിംഹത്തെ പോലെ നല്ല ധൈര്യവും അതുപോലെ തന്നെ ശക്തിയും ശിദ്ദത്തും കുവ്വത്തുമെല്ലാം ഒത്തുചേർന്ന ആളായിരുന്നു എന്നതുകൊണ്ടാണ് അബു ഹഫ്സ്, സിംഹക്കുട്ടിയുടെ വാപ്പ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ വരുമ്പോ അതെന്തല്ല, കുനിയത്തല്ല, പിന്നെന്താവും? ലഖബാൻ. ഇനി മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഹഫ്സ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ആ ഹഫ്സയിലേക്ക് ചേർത്താണ് ഹഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, താ കളഞ്ഞുകൊണ്ട്. അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താവും? അത് കുനിയത്തായി, മകളിലേക്ക് ചേർത്ത്. പക്ഷെ ഇവിടെ ഹഫ്സ എന്നില്ല, അബു ഹഫ്സ് എന്നേ ഉള്ളൂ. അപ്പൊ ഈ 2 അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് ആദ്യം പറഞ്ഞ സിംഹത്തിന്റെ കുട്ടി, ആ കുട്ടി സിംഹക്കുട്ടിയുടെ വാപ്പ എന്ന അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ധൈര്യവും ശക്തിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ട സ്ഥാനപ്പേരാണ് എന്നതാണ്. ഇനി ആരാണ് ഇദ്ദേഹത്തെ അബു ഹഫ്സ് എന്ന് വിളിച്ചത്? ആ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാം. ഹദീസുകളിലും ചരിത്രങ്ങളിലും ഒക്കെ അദ്ദേഹത്തെ സംബോധന ചെയ്തതായി കാണാൻ സാധിക്കും. ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തെ അബു ഹഫ്സ് എന്ന് വിളിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളും അവർ നൽകിയത് കാണാം. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ 2 അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കാം. കൂടുതൽ പ്രസക്തമായി തോന്നുന്ന 2. മഅരിഫത്തു സഹാബ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ 3201 നമ്പറായി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, അയിന ഫുലാൻ, അയിന ഫുലാൻ, ഇന്ന ആളെവിടെ, ഇന്ന ആളെവിടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അങ്ങനെ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ കുറെ ആളുകൾ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അത് വിശദീകരിക്കുന്നില്ല. എന്നിട്ട് സുമ്മ ഖാല ഉദ്നു യാ ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. നബി പറഞ്ഞു, ഉമറെ ഇങ്ങോട്ട് അടുത്ത് വരൂ. ഉമർ റളിയല്ലാഹു നബിയുടെ അടുത്ത് ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദ് കുന്ത ശദീദ അശ്ശഗ്ബി അലൈനാ അബാ ഹഫ്സിൻ ഫദഅഉതുല്ലാഹ അൻ യുഇസ്സ ബിക അദ്ദീന ഔ ബി അബി ജഹ്ലിൻ ഫഫഅലല്ലാഹു ദാലിക ബിക. നീ ഞങ്ങളോട് വളരെ ശക്തമായ ശത്രുത വെച്ച് പുലർത്തുന്നവനായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ ഉമർ എന്ന് വിളിക്കാതെ അബൂ ഹഫ്സ്, അബാ ഹഫ്സ് എന്നാൽ യാ അബാ ഹഫ്സ്, അബൂ ഹഫ്സേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്തത്. എന്നാൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നിന്നെ കൊണ്ടോ അല്ലെങ്കിൽ അബൂ ജഹലിനെ കൊണ്ടോ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അത് നിന്നെ കൊണ്ട് പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉമർ അല്ലെങ്കിൽ അബൂ ജഹൽ എന്നാണ് നബി പ്രാർത്ഥിച്ചത്. അത് നിന്നെ കൊണ്ട് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ച് നടപ്പിലാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ബാക്കി പിന്നെയുണ്ട്, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞു തരാം. ഇനി ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്
ഉമറിനെ അബൂ ഹഫ്സ് എന്ന് ആദ്യമായി വിളിച്ചത് എന്ന് കിട്ടുകയില്ല. ഇവിടെ അങ്ങനല്ല. എന്തേ ഉള്ളൂ, അബൂ ഹഫ്സെ എന്ന് നബി വിളിച്ചു എന്നേ ഈ റിപ്പോർട്ടിലുള്ളൂ. ഒന്നത്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അത്താരീഖു സഗീറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇതിന്റെ ഒരു ഭാഗം. ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരണം നൽകിയതായി കാണാൻ സാധിക്കും. അതിലുള്ളത് വഹാദ ഇസ്നാദും മജ്ഹൂലുൻ, ഇത് മജ്ഹൂലായ, അറിയപ്പെടാത്ത അല്ലെങ്കിൽ അവ്യക്തനായ ഒരാളുള്ള ഒരു സനദാണിത്. ലാ യുതാബഉ അലൈഹി വലാ യുഅറഫു സമാഉ ബഅദിഹിം മിൻ ബഅദിൻ. ദുർബലതയുള്ള ഒരു റിപ്പോർട്ടാണെങ്കിൽ അതിനെ പരിഹരിക്കാവുന്ന വേറൊരു മുതാബഅത്ത് വേണം. അങ്ങനെ മുതാബഅത്ത് ഇതിനില്ല. ഇതിന്റെ പരമ്പരയിലുള്ള ചില ആളുകൾ അതിന്റെ മേലെയുള്ള ആളുകളിൽ നിന്ന് കേട്ടു എന്നത് അറിയപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ലാ അസ്ല ലഹു, ഇതിന് അടിസ്ഥാനമില്ല എന്നാണ് ഇമാം ബുഖാരി തന്റെ താരീഖു സഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പറയാൻ കാരണം ഇതിന്റെ സനദിൽ ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു ശുറഹ്ബീൽ അൻ റജുലിൻ മിൻ ഖുറൈശ് അൻ സയ്യിദ് ഇബ്നു അബി ഔഫ എന്നാണുള്ളത്. അവിടെ അൻ റജുലിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരാളിൽ നിന്ന്, അത് ആര് എന്ന് പറയുന്നില്ല. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു ശുറഹ്ബീലിനും സയ്യിദ് ഇബ്നു അബി ഔഫക്കും ഇടയിൽ അവ്യക്തരായ ഒരാളുണ്ട് എന്നതുകൊണ്ട് ഇത് അറിയപ്പെടാത്തതാണ്. അറിയപ്പെടാത്ത ഒരാളിലൂടെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്വീകാര്യോഗ്യമല്ല. ഇനി സഹീഹാണ് എന്ന് വന്നാൽ തന്നെ എന്തില്ല, നബിയാണ് അദ്ദേഹത്തെ ആദ്യമായി അബൂ ഹഫ്സ് എന്ന് വിളിച്ചത് എന്നും കിട്ടുകയില്ല. രണ്ടാമത്തെ റിപ്പോർട്ട് ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുകയാണ്. ഹദ്ദസനി അൽ അബ്ബാസ് ഇബ്നു അബ്ദില്ലാ ഇബ്നു മഅബദ് അൻ ബഅദി അഹ്ലിഹി അൻ ഇബ്നു അബ്ബാസിൻ. അല്പം സുദീർഘമായ ഒരു റിപ്പോർട്ട് ബദ്ർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ബദ്ർ യുദ്ധ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബനൂ ഹാഷിംകാരിൽപ്പെട്ട ചില ആളുകളെ കണ്ടാൽ അവരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അവരോട് യുദ്ധം ചെയ്യേണ്ടുന്ന ആവശ്യം നമുക്കില്ല. ബനൂ ഹാഷിം ആരാ? നബിന്റെ കുടുംബം. അപ്പൊ നബിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അതല്ലാത്തതുമായ ആളുകൾ രണ്ടുണ്ട്, ബനൂ ഹാഷിം അല്ലാത്തവരും. കാരണം അവരെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത് എന്ന് പറയാൻ കാരണം അവർ സ്വമനസാലെ യുദ്ധത്തിന് വന്നതല്ല, പിന്നെന്താണ്, നിർബന്ധിക്കപ്പെട്ട നിലക്ക് യുദ്ധത്തിന് വന്നതാണ്. ഇത് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഭവമാണ്. അതായത് ബദ്ർ യുദ്ധത്തിൽ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യമറയായി ഉപയോഗിക്കാൻ വേണ്ടി ഖുറൈശികൾ എന്ത് ചെയ്തിരുന്നു, ഹിജ്റ പോരാത്ത മക്കയിൽ തന്നെ താമസിച്ച ദുർബലരായ ചില വിശ്വാസികളെ കൂടെ കൂട്ടിയിരുന്നു. ശത്രുക്കളുടെ ഖുറൈശികളുടെ ഭാഗത്ത്, ഖുറൈശികൾ ആരുടെ യുദ്ധം ചെയ്യുന്നത്? മുസ്ലിങ്ങളോട്. പക്ഷേ ഖുറൈശികളുടെ കൂടെ ആരുണ്ട്? മുസ്ലിങ്ങളായ ചില ആളുകളുണ്ട്. അവർ നിർബന്ധിതരായി വന്നതാണ്. ഇത് ഹിജ്റയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഹദീസിലുണ്ട്. അത്തരം ആളുകളെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുമുണ്ട്. ആ കൂട്ടത്തിൽ ചില ആളുകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അതിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പേരും കാണാം. അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. നബി പറഞ്ഞു, ഫലാ യഖ്തുൽഹു, അദ്ദേഹത്തെ നിങ്ങൾ കൊല്ലരുത്. ഫൈനഹു ഇന്നമാ ഉഖ്രിജ മുസ്തക്റഹൻ, നിർബന്ധിതനായിട്ടാണ് അദ്ദേഹം പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വന്നിട്ടുള്ളത്. ഇത് കേട്ടപ്പോ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനഖ്തുലു ആബാഅനാ വ അബ്നാഅനാ വ ഇഖ്വാനനാ വ അശീറതനാ. ഇവിടെ ബാക്കിയുള്ള സഹാബികളുടെ ഒക്കെ വാപ്പ, വല്യാപ്പ, അളാപ്പ ഒക്കെ അപ്പുറത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെയും മക്കളെയും സഹോദരന്മാരെയും കുടുംബക്കാരെയും ഒക്കെ കൊല്ലുകയും വനത്രുക്കുൽ അബ്ബാസ, അബ്ബാസിനെ ഞങ്ങൾ വെറുതെ വിടുകയും ചെയ്യുകയോ? അപ്പൊ ഞങ്ങളെ വാപ്പനെയും അളാപ്പനെയൊക്കെ മക്കളെയൊക്കെ ഞങ്ങൾ കൊല്ലുക, നിങ്ങളെ അളാപ്പനെ ഞങ്ങൾ വെറുതെ വിടുക എന്ന് വിടുകയോ എന്ന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്. ഞാനെങ്ങാനും അദ്ദേഹത്തെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കാണുകയാണെങ്കിൽ എന്റെ വാളുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ജീനി അണിയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വെട്ടും എന്ന് പറഞ്ഞു. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബാ ഹഫ്സ്, അബൂ ഹഫ്സെ, ഖാല ഉമർ. ഇത് കേട്ടെന്നിട്ട് ഈ സംഭവത്തെ കുറിച്ച് ഉമർ തന്നെ പറയാണ്, വല്ലാഹി ഇന്നഹു ല അവ്വലു യൗമിൻ കന്നാനി ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബി ഹഫ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അബൂ ഹഫ്സ് എന്ന് ആദ്യമായി കുഞ്ഞത്തായി വിളിച്ച ദിവസമായിരുന്നു അത് എന്ന് നബി ചോദിച്ചു. അയുളറബു വജ്ഹു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൈഫ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ മുഖം വാളുകൊണ്ട് വെട്ടപ്പെടുകയോ? ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അയാളെ ഇങ്ങോട്ട് വിട്ടുതരൂ, ഞാൻ അയാളെ വെട്ടിക്കൊല്ലാം. ആരെ? അബൂ ഹുദൈഫയെ. വല്ലാഹി ലഖദ് നാഫഖ, അബൂ ഹുദൈഫ മുനാഫിഖായിരിക്കുന്നു എന്ന്. ഇനി അങ്ങനെ നീണ്ട റിപ്പോർട്ടാണ്. ഇതിന്റെ ശേഷം കാണാം, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉമർ പറഞ്ഞ ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇത് നിന്നെ ഞാൻ കൊല്ലും, എനിക്ക് വിട്ടുതരൂ എന്ന് നബിയോട് പറഞ്ഞതും, അതുപോലെ നീ മുനാഫിഖായിരുന്നു എന്ന് പറഞ്ഞതും. അങ്ങനെ അദ്ദേഹം യമാമ യുദ്ധത്തിൽ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. എന്നാൽ അങ്ങനെ നല്ല മരണം മരിച്ചു. ഇതാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും ആദ്യത്തെ റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി അദ്ദേഹത്തെ അബൂ ഹഫ്സ് എന്ന് വിളിച്ചത്. പക്ഷേ ഇതെപ്പോഴാ? ബദർ യുദ്ധത്തിലാണ് ഈ പറയുന്നത്. ഇതിന്റെയൊക്കെ മുമ്പ് മുസ്ലിമായ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹഫ്സ് എന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നത്. ആ റിപ്പോർട്ട് ദുർബലമാണ്. അപ്പോ ഈ രണ്ടാമത്തെ റിപ്പോർട്ടും അല്ലെങ്കിൽ രണ്ടാമത്തെ സംഭവവും ആദ്യത്തെ സംഭവവുമായി ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വരുന്നു. കുറെ വർഷങ്ങളുടെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ പരമ്പരയിൽ അബ്ബാസ് ബിൻ അബ്ദുല്ലാഹി ബിൻ മഅബദ് എന്ന് പറയുന്ന ആള്, അതിന്റെ തൊട്ടുമുകളിലുള്ള ആള് ആരാണ് എന്ന് പറയുന്നില്ല. അൻ ബഅദി അഹ്ലിഹി, തന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് അൻ ഇബ്നു അബ്ബാസിൻ. അപ്പൊ ഇബ്നു അബ്ബാസിൽ നിന്ന് പേര് പറയാത്ത ഒരാൾ, അപ്പൊ അവിടെ എന്തുണ്ട്? അറിയപ്പെടാത്ത ഒരാൾ ആ സനദിലുണ്ട്, മജ്ഹൂലായ ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമല്ല എന്ന് ചില പണ്ഡിതന്മാർ വിലയിരുത്തിയത് കാണാൻ സാധിക്കും. ഇത് ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ഹിഷാം തന്റെ സീറയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരും റിപ്പോർട്ട് ചെയ്തായി കാണാം. അവനൊക്കെ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരാളെ കുറിച്ചുള്ള അവ്യക്തത അതിലുണ്ട്. എന്നാൽ ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ മറ്റ് എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും സനദിന് വിരുദ്ധമായി ഹാക്കിം മാത്രം ഈ ഇടക്കുള്ള ആളെ പറഞ്ഞുകൊണ്ട് സനദ് ചേർത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ എന്താ, ഈ ഇടക്കുള്ള ആളെ കുറിച്ച് അദ്ദേഹം അൻ ബഅദി അഹ്ലിഹി എന്നുള്ളിടത്ത് അൻ അബീഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മറ്റു പണ്ഡിതന്മാരുടെ റിപ്പോർട്ടിൽ ആര് എന്നില്ല, കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നേ ഉള്ളൂ. ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ ഇദ്ദേഹം തന്റെ പിതാവിൽ നിന്ന്, പിതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്ന നിലക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഥർ സനദ് ചേർന്നതായി വരുന്നു. പക്ഷേ മറ്റെല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും റിപ്പോർട്ടുകൾക്ക് എതിരായ ഒരു റിപ്പോർട്ടാണിത് എന്നത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഹാക്കിം ഉദ്ധരിച്ചത് ശരിയാകാം, ആവാതിരിക്കാം. ഹാക്കിം ഒരു കാര്യം സഹീഹാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതും കാണാം. ഇതാണ് അബൂ ഹഫ്സ് എന്ന അദ്ദേഹത്തിന്റെ ലഖബ് അല്ലെങ്കിൽ കുനിയത്തുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ നബിയാണോ ഈ പേരിട്ടത് എന്നത് കൃത്യമായി വ്യക്തമല്ലെങ്കിലും ഈ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ട് എന്നുള്ളതും നേരത്തെ നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അൽ ഫാറൂഖ്. സാധാരണ എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്യാറുള്ള ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഖത്താബ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി ഉമറുൽ ഫാറൂഖ് എന്ന് പറയും. അൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന അല്ലെങ്കിൽ വേർതിരിച്ച ആള് എന്നാണ്. ഇപ്പൊ ഖുർആന് അൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം ഗ്രന്ഥം എന്നാണ് അൽ ഫുർഖാൻ, ഖുർആന്റെ മറ്റൊരു പേരാണ്. ഇതേപോലെ സത്യവും അസത്യവും വേർതിരിച്ച വ്യക്തി എന്നുള്ള നിലക്ക് അൽ ഫാറൂഖ് എന്ന പേരിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. ഇവിടെയും ആരാണ് ഈ പേരിട്ടത്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? മറ്റൊന്ന് ക്രിസ്ത്യാനികളാണോ? അതല്ല മുസ്ലിങ്ങളായ മറ്റ് ആളുകളാണോ? ഇങ്ങനെ മൂന്ന് തർക്കങ്ങളുണ്ട്. അതിന്റെ ചില റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകാനുണ്ടായ കാരണവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മുടെ വഴിവിളക്ക് ക്ലാസ്സിൽ 4 ക്ലാസ്സുകളിലായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചുരുക്കി പറയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകണമെന്നുള്ള തോന്നൽ ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുകയും നബിയെ അന്വേഷിച്ച് അദ്ദേഹം പുറപ്പെടുകയും സഹോദരിയുടെ വീട്ടിലെത്തി നബിയെ ചോദിച്ചു. നബി ദാറുൽ അർഖമിലാണ് എന്ന് പറഞ്ഞു. ദാറുൽ അർഖമിലേക്ക് ചെന്നു. അവിടെ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടെയുള്ള ആളുകൾ പേടിച്ചതും നബി അദ്ദേഹത്തിന്റെ വസ്ത്രം ചുരുട്ടി പിടിച്ചു വലിച്ചതും, എന്നിട്ട് മാ അൻത ബിമുൻതഹിൻ യാ ഉമർ, ഉമറെ നിനക്ക് ഇനിയും മതിയാക്കാറായില്ലേ, നീ നിർത്തുന്നവനല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്ന് പറയുന്ന കാര്യം. ഈ ഒരു വാചകം മാത്രം ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അൽ-ലഈഫയിൽ ഉദ്ധരിച്ചത് കാണാം. മാ അൻത ബിമുൻതഹിൻ യാ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനോട് ഉമറെ നീ മതിയാക്കുന്നവനല്ലേ എന്ന് ചോദിച്ചു. ഇത് മാത്രം കൊടുത്തതിന് അപ്പുറമൊന്നുമില്ല. അത് എന്നിട്ട് ലഈഫാണ് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ വിശദീകരണത്തിൽ ഈ സംഭവങ്ങൾ കൊടുത്തതായി കാണാം. അങ്ങനെ അവിടെ വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചെല്ലുകയും മുസ്ലിം ആവുകയും അദ്ദേഹവും ദാറുൽ അർഖമിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ തക്ബീർ ചൊല്ലുകയും അടുത്തുണ്ടായിരുന്ന ഹറമിൽ കഅബയിലുണ്ടായിരുന്ന ആളുകൾ ഈ തക്ബീർ കേൾക്കുകയും നബിയോട് ഉമർ ഖത്താബ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അലസ്ന അലൽ ഹഖി ഇമ്മിത്ന ഔ ഹയീന, നാം മരിച്ചാലും ജീവിച്ചാലും നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ എന്ന് നബിയോട് ഉമർ ചോദിച്ചു. കാരണം എന്താ, അവര് സ്വകാര്യമായിട്ടാണ് വിശ്വാസം കൊണ്ടു നടക്കുന്നത്, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് ഖുറൈശികളെ പിടിച്ചുകൊണ്ട്. കണ്ടാൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടും. അതുകൊണ്ടാണ് ഉമർ ഇത് ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ നമ്മൾ ഹക്കിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, തീർച്ചയായും നിങ്ങൾ സത്യത്തിൽ തന്നെയാണ് മരിച്ചാലും ജീവിച്ചാലും. അപ്പൊ ഉമർ ചോദിച്ചു, ഫബീമൽ ഇഖ്തിഫ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞുമൊക്കെ നടക്കുന്നത്, പരസ്യപ്പെടുത്തി കൂടെ എന്നർത്ഥം. താങ്കളെ സത്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം, നിങ്ങൾ പുറത്തു വരിക തന്നെ വേണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുകയും അങ്ങനെ നബിയെയും ദാറുൽ അർഖമിൽ ഉണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വിശ്വാസികളായ ആളുകളെ പുറത്തേക്ക് കടത്തി 2 സഫാക്കി. ഒരു സഫിൽ ഹംസ റളിയല്ലാഹു അൻഹു, മറ്റേ സഫിൽ നബിയും അതുപോലെ തന്നെ ഉമറും ഒക്കെ നിന്നുകൊണ്ട് 2 വരിയായി ഒരു പ്രകടനമായി കഅബയിലേക്ക് പോയി എന്നതാണ്. അങ്ങനെ കഅബയിൽ ചെന്നു. അപ്പൊ ഖുറൈശികളാകെ അന്തം വിട്ടു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിലേക്കും ഹംസയിലേക്കും ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. അന്നുണ്ടായ ദുഃഖം പോലെ ഖുറൈശികൾക്ക് ഒരു ദുഃഖവും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ഇവരേറ്റവും പേടിച്ച കാര്യം ഇവിടെ ഉമർ മുസ്ലിം ആകുമോ, അല്ലെങ്കിൽ ഉമറിനെ പോലുള്ള ആളുകൾ മുസ്ലിം ആകുന്നതാണ്. ഉമർ അള്ളാഹുവിന് മുസ്ലിമായി എന്ന് മാത്രമല്ല, ഒളിഞ്ഞും പതുങ്ങിയും നടന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾ അവർ ഇതാ പരസ്യമായി ഇസ്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് കഅബാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നു. കൂട്ടത്തിൽ ഉമറും അതുപോലെ തന്നെ ശക്തനായ ഹംസയുമുണ്ട്. ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ ദുഃഖവും വിഷമവും ഉണ്ടായി. ഫസമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ അൽ ഫാറൂഖ്, ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അൽ ഫാറൂഖ് എന്ന് പേരിട്ടു. വഫറഖല്ലാഹു ബി ബൈനൽ ഹഖി വൽ ബാത്തിൽ, എന്നെ കൊണ്ട് അള്ളാഹു ഹക്കിനും ബാത്തിലിനും ഇടയിൽ വേർപിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പൊ എന്തായി, ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉമറിനെ അൽ ഫാറൂഖ് എന്ന് പേര് വിളിച്ചത്, ആദ്യമായി പേര് വിളിച്ചതും പേരിട്ടതും എന്ന് കിട്ടും. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ അൽ-ലഈഫ 6531 നമ്പർ ഹദീസ്, വഹാദാ ഇസ്നാദുൻ ലഈഫുൻ ജിദ്ദൻ, ഇത് വളരെ ദുർബലമായ ഒരു സനദാണ്. ഇസ്ഹാഖ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ആള് ഹുവ ഇബ്നു അബി ഫർവ, ഇബ്നു അബി ഫർവ എന്ന് അറിയപ്പെട്ട ആളാണ് ഇസ്ഹാഖ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ആള്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, തറകൂഹു, ഇബ്നു അബി ഫർവയെ ആളുകൾ ഒഴിവാക്കിയിരിക്കുന്നു. ആളുകൾ ഒഴിവാക്കിയെന്നാൽ ഹദീസ് പണ്ഡിതന്മാർ ഒഴിവാക്കിയ ആളാണ്, അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാറില്ല. വഖാല അഹ്മദ് ലാ തഹില്ലു ഇൻദി അർ-റിവായ അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ റിപ്പോർട്ട് എന്റെ അടുക്കൽ അനുവദനീയമല്ല. വകദ്ദബഹു ബഅദുഹും, വേറെ ചില ഹദീസ് പണ്ഡിതന്മാർ ഇദ്ദേഹം കള്ളനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹദീസ് പണ്ഡിതന്മാർ ഉപേക്ഷിച്ച് തള്ളിയ സ്വീകാര്യോഗ്യനല്ലാത്ത ആളാണ് ഇസ്ഹാഖ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ഇബ്നു അബി ഫർവ എന്ന് അറിയപ്പെട്ട ആള്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സ്വീകാര്യോഗ്യമല്ല. അപ്പോ അൽ ഫാറൂഖ് എന്ന ഒരു പേരിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായി എന്നത് ശരിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തെ ആദ്യമായി ഈ പേര് വിളിച്ചത് എന്നത് ഈ ഹദീസിലൂടെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലൂടെ സ്ഥിരപ്പെടുകയില്ല. രണ്ടാമത്തെ റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വഖൽബിഹി,
ഉമറിന്റെ നാവിലും ഉമറിന്റെ ഹൃദയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് വെച്ചിരിക്കുന്നു. ഉമറിന്റെ മനസ്സിലും നാവിലും ഹഖുണ്ട്, അല്ലാഹു വെച്ചിട്ടുണ്ട്. വഹുവൽ ഫാറൂഖു, ഉമറാണ് അൽ ഫാറൂഖ്. ഫറഖല്ലാഹു ബിഹി ബൈനൽ ഹഖി വൽ ബാത്തിൽ, അല്ലാഹു ഉമറിനെ കൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസിൽ ദഈഫ, ദുർബല ഹദീസുകളുടെ പരമ്പര എന്ന് പറയുന്ന പുസ്തകത്തിൽ 3062 നമ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടും സ്വീകാര്യോഗ്യമല്ല, ദുർബലമായ റിവായത്താണ്. സഹീഹാണെങ്കിൽ എന്ത് കിട്ടും? അൽ ഫാറൂഖ് എന്ന് നബി പ്രഖ്യാപിച്ചു എന്ന് കിട്ടും. ഇനി ദുക്തൂർ അബ്ദുസ്സലാം ഇബ്നു മുഹ്സിൻ ആൽ ഈസ എന്ന് പറയുന്ന ആള്, ഇയാള് വളരെ പ്രസിദ്ധമായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ദീർഘമായ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ഉമറിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പരമ്പരകൾ ശരിയാണോ അല്ലേ എന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ പരമ്പര മുഅ്ളലായ പരമ്പരയാണ്, അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യോഗ്യമല്ല. കാരണം ഇതിന്റെ പരമ്പരയിലുള്ള അയ്യൂബ് ബിൻ മൂസ ബിൻ അംർ ബിൻ സഈദ് ബിൻ അൽ ആസ് എന്ന് പറയുന്ന ആള് വിശ്വസ്തനാണെങ്കിലും അദ്ദേഹം താബിഉകളിൽ 6ാമത്തെ ശ്രേണിയിൽ വരുന്ന ആളാണ്. 6ാമത്തെ ശ്രേണിയിൽ വരുന്ന ആള് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സഹാബിയെയും നേരിൽ കാണാത്ത സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകളാണ് 6ാമത്തെ ശ്രേണി എന്ന് പറയുന്നത്. അത് ഹദീസ് പണ്ഡിതന്മാർ വേറെ വിശദീകരിച്ചത് കാണാം, അതിന്റെ ഉസൂലുകളിലും മറ്റും. അപ്പോ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും സഹാബിയെ തന്നെ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെ സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുക? നബിയെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ താഴേക്കിടയിലുള്ള ഒരാൾ, താഴേക്കിടയിൽ എന്നാൽ താഴെ ശ്രേണിയിലുള്ള ചെറിയ ഒരാൾ മേലെയുള്ള ആളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കൊണ്ട് ഇത് നേർക്ക് നേരെ മേലെ ഉള്ള റിപ്പോർട്ടുകളിൽ നിന്ന് കേൾക്കാതെ ഉദ്ധരിച്ച ഹദീസാണ് എന്ന് പറഞ്ഞത് കാണാം. ഇനി ഇതേ കാര്യം മറ്റൊരു രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂ ദക്വാൻ ചോദിച്ചു, ആരാണ് ഉമറിനെ അൽ ഫാറൂഖ് എന്ന് പേര് വിളിച്ചത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് വേറെ റിവായത്താണ്. പക്ഷെ ഇത് ഉദ്ധരിക്കുന്നത് വാഖിദിയാണ്. വാഖിദിയെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വഴിവിളക്കിലെ ക്ലാസ്സിലും പലപ്പോഴായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് വാഖിദി. വാഖിദിയെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം മത്രൂഖ് അല്ലെങ്കിൽ കദ്ദാബ്, കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ട ആളാണ് എന്നതാണ്. അപ്പോ അയാളാണ് ഇത് സനദില്ലാതെ ഉദ്ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതും സ്വീകാര്യോഗ്യമല്ല. ഇനി ഇതേ കാര്യം തബരിയുടെ അടുക്കലും, തബരിയും റിപ്പോർട്ട് ചെയ്ത് കാണാം. പക്ഷെ തബരിയുടെ റിപ്പോർട്ടിലും ഈ പറഞ്ഞ വാഖിദിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുമ്പത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞ അവ്യക്തരായ ആളുകളും അതിന്റെ പരമ്പരയിലുണ്ട്. അതായത് ഇസ്ഹാഖ് ഇബ്നു അബി ഫർവ എന്ന് അറിയപ്പെട്ട ആള്. ഇതേപോലെ വേറെയും പല റിവായത്തുകളും, ഈ റിപ്പോർട്ടുകളെല്ലാം ആരുദ്ധരിച്ചാലും ശരി അതിലൊക്കെ എന്തുണ്ട്? ദുർബലരായ അല്ലെങ്കിൽ മജ്ഹൂലായ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഈ റിപ്പോർട്ടുകളൊന്നും സ്വീകാര്യോഗ്യമല്ല. അപ്പൊ ഒരിക്കലും നബിയാണ് ഉമറിനെ അൽ ഫാറൂഖ് എന്ന് വിളിച്ചത് എന്ന കാര്യം സ്വഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇതൊക്കെ സാധാരണ എല്ലാ ആളുകളും പറയുകയും എഴുതുകയും ചെയ്യുന്ന കാര്യമാണ്. ഇത് അൽ ഫാറൂഖ് എന്ന പേരുണ്ടോ അല്ലേ എന്നുള്ളതല്ല തർക്കം. നബി അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഉമറിന്റെ ഖൽബിലും നാവിലും അള്ളാഹു ഹക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ തർക്കം അല്ലെങ്കിൽ അഭിപ്രായം, അഹ്ലു കിതാബിൽപ്പെട്ട, അതായത് ജൂത ക്രിസ്ത്യാനികളായ ആളുകളാണ് ഉമറിനെ അൽ ഫാറൂഖ് എന്ന് വിളിച്ചത്. ഇത് ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തുൽ കുബ്രയിൽ ഉദ്ധരിച്ചതായി കാണാം. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സുഹ്രിയാണ്. സുഹ്രി ആരാണ് തന്നോട് പറഞ്ഞത് എന്ന് പറയാതെ നമുക്ക് വിവരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു, ബലഗന, നമുക്കിങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്, അന്ന അഹ്ലൽ കിതാബ് കാനു അവ്വല മൻ ഖാല ലി ഉമർ അൽ ഫാറൂഖ് വകാനൽ മുസ്ലിമൂന യൂസിറൂന ദാലിക. അഹ്ലു കിതാബുകാരാണ് ആദ്യമായി ഉമറിനെ അൽ ഫാറൂഖ് എന്ന് വിളിച്ചത്. അഹ്ലു കിതാബ് ജൂത ക്രിസ്ത്യാനികൾ പറയുന്നത് കേട്ടാണ് ആര് പറയാൻ തുടങ്ങിയത്? മുസ്ലിങ്ങൾ അത് തെരഞ്ഞെടുത്തത് എന്ന് സുഹ്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുഹ്രി എന്നോട് ഇന്ന ആള് പറഞ്ഞു എന്ന് പറയുന്നില്ല, ബലഗന. അതിനാണ് ഇങ്ങനത്തെ റിപ്പോർട്ട് ബലാഗാത്ത് എന്ന് പറയുന്നത്. എന്നാൽ മുൻഖത്തിയ റിപ്പോർട്ടാണ്, മേലെ ആര് പറഞ്ഞു എന്ന് പറയാതെ
പറയുന്ന റിപ്പോർട്ടുകൾ, ഇത്തരം റിപ്പോർട്ടുകൾ ബുഖാരിയിൽ കാണാം. ബുഖാരി ഹദീസായിട്ടല്ല, പിന്നെന്താണ് തഅലീഖായിട്ട് കൊടുത്തിട്ടുള്ളത്. അബൂജഹൽ സ്വപ്നം കണ്ട കഥല്ലേ, നരകത്തുനിന്ന് വിരൽ കൂടി ഉറവുവെള്ളം കുടിക്കുന്നത് അല്ലേ, അത് ബുഖാരിയിലുണ്ടെന്ന് പറയുന്നത്. ബുഖാരിയിലുണ്ട്, പക്ഷെ ഹദീസല്ല. ഇതുപോലത്തെ റിപ്പോർട്ടാ ഇത്, ഇങ്ങനെ കിട്ടി സനദില്ലാതെ പറയുന്നത്. അതേപോലെ മുമ്പൊരു സംഭവം, ഇതിലല്ല, വഴിവിളക്കിലെ ക്ലാസ് നമ്മൾ വിശ്വസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യക്ക് ശ്രമിച്ചുവോ വഹീ നിലച്ചതുമായി ബന്ധപ്പെട്ട് അവിടെയും ഈ പറഞ്ഞ സുഹരിയുടെ റിപ്പോർട്ടിൽ ബലഗന അല്ലെങ്കിൽ ബലഗനി എന്നുണ്ട്. അതും എന്താണ്, സനദില്ലാതെ അല്ലെങ്കിൽ ആര് പറഞ്ഞു എന്ന് പറയാതെ കിട്ടിയ വിവരം പ്രസ്താവിക്കലാണ്. അങ്ങനത്തെ റിപ്പോർട്ട് എന്താവില്ല, സ്വീകാര്യോഗ്യമാവുകയില്ല, കാരണം ആളെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ ഇത് സ്വീകാര്യോഗ്യമല്ലാത്ത റിപ്പോർട്ടാണ്. ഈ രണ്ട് സംഭവങ്ങളെയും വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ ദുക്തൂർ അബ്ദുസലാം ആൽ ഉഈസ എന്ന് പറയുന്ന ആള് പറയാണ്, മുകളിൽ പറഞ്ഞ രണ്ട് റിപ്പോർട്ടുകളും ലം തസ്ബുത, രണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. അതായത് നബിയാണ് അൽ ഫാറൂഖ് എന്ന് പേരിട്ട് എന്ന റിവായത്തും, ജൂത ക്രിസ്ത്യാനികളാണ്, അഹ്ലി കിതാബുകാരാണ് ഫാറൂഖിന് അൽ ഫാറൂഖ് എന്ന പേര് കൊടുത്തത് എന്ന് പറയുന്ന റിപ്പോർട്ടും സ്ഥിരപ്പെട്ടതല്ല. വലഅല്ല സവാബ് അന്നൽ ലദീന ലഖബഹു ബിദാലിക ഹുമുൽ മുസ്ലിമൂൻ, എന്നാൽ മുസ്ലിങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് അൽ ഫാറൂഖ് എന്ന പേരിട്ടത്. ഈ അഭിപ്രായം ആണ് ശരിയായി തോന്നുന്നത്, ഇതായിരിക്കാം ശരി. കാരണം ലിഅന്നൽ ഇസ്ലാം അസ്സ വളഹറ ബിഇസ്ലാമിഹി കമാ തബത ദാലിക ഫി സ്വഹീഹ്, സ്വഹീഹുൽ ബുഖാരിയിൽ വന്നതുപോലെ ഇസ്ലാം പ്രകടമാവുകയും അത് കരുത്ത് പ്രാപിക്കുകയും ചെയ്തപ്പോൾ എന്നാ മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായി ആയപ്പോൾ വലാ മാനിഅൻ യകൂന അഹ്ലുൽ കിതാബ് ലഖബൂഹു, ക്രിസ്ത്യാനികളായ ആളുകളും അങ്ങനെ അദ്ദേഹത്തെ പേര് വിളിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ലമ്മാ റഅൗ മിൻ അദാലതിഹി വദുഹൂരിൽ ഹഖി അലാ യദൈഹി, അദ്ദേഹത്തിലൂടെ സത്യം പ്രകടമാവുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നീതിയും ഒക്കെ ക്രിസ്ത്യാനികളായ ആളുകൾ മനസ്സിലാക്കിയപ്പോൾ. അപ്പൊ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞതുമാകാം, എന്നാൽ അതിലേറെ ശരിയായിട്ടുള്ളത് എന്താണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അൽ ഫാറൂഖ് എന്ന് പേരിട്ടത്. അപ്പൊ ചുരുക്കത്തിൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി ശരി എന്താണ്, മുസ്ലിങ്ങൾ ആ പേര് വിളിച്ചതാകാം എന്നതാണ്. ഏതായിരുന്നാലും അൽ ഫാറൂഖ് എന്ന പേരിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. മൂന്നാമത്തേത് അമീറുൽ മുഅ്മിനീൻ എന്ന പേര്. ഇത് പിൽക്കാലത്ത് ഭരണാധികാരി മറ്റ് ഖലീഫമാർക്കൊക്കെ പറയപ്പെട്ടിട്ടുള്ള പേരാണ്. പക്ഷേ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ നബിയോ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടും. നബി ഭരണാധികാരിയാണ്, ഭരണാധികാരിക്ക് എന്താ പറയാ, അമീർ എന്നാണ്. പക്ഷെ അത് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഖുർആനിൽ ഉലുൽ അംർ എന്നുണ്ട്, ആ അംറിലാണ് അമീർ, ഭരണാധികാരികളായ കൈകാര്യകർത്താക്കളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, നബിയാണ്. ആ നിലക്കാണ് നബി അറിയപ്പെട്ടത്, ഭരണാധികാരി എന്ന് സംബോധന ചെയ്തുകൊണ്ടല്ല. ശേഷം ഭരണാധികാരിയായി വന്നത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സഹാബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ത് വിളിച്ചിട്ടില്ല, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ടില്ല. പിന്നെന്താണ്, എന്താ വിളിച്ചത്, ഖലീഫത്ത് റസൂലില്ല, അള്ളാഹുവിന്റെ ദൂതന്റെ ഖലീഫെ, നബിന്റെ പിൻഗാമിയായി ഭരണം ഏറ്റെടുത്ത് വന്ന ആളാണ് അബൂ സിദ്ദീഖ്. അതുകൊണ്ടാണ് ഖലീഫത്ത് റസൂലില്ല എന്ന് വിളിച്ചത്. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു, അങ്ങനെ അറിയപ്പെട്ടു. ആദ്യം ആ പേരിൽ അറിയപ്പെട്ടത് മുസ്ലിം ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെട്ടു, ആരാണ് ആ പേരിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിലല്ല അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, ഇത് സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള നിരൂപകന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലഘട്ടത്തിൽ ഇറാഖിലെ തന്റെ ഗവർണർക്ക് എഴുതി, നിങ്ങൾ രണ്ട് കരുത്തന്മാരും ശക്തന്മാരും ബുദ്ധിമാന്മാരുമായ ആളുകളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കണം. എന്തിനാണ്, ഇറാഖിലെ ഭരണവും ഇറാഖിലെ ജനങ്ങളുടെ സ്ഥിതിയും എന്താണ് എന്ന് അവരോട് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ ഏതെങ്കിലും ആളെ പറഞ്ഞ കാര്യമില്ല, നല്ല കരുത്തുറ്റ ബുദ്ധിമാന്മാരായ സമർത്ഥരായ ആളുകളായിരിക്കണം. അങ്ങനെ ഗവർണർ ലബീദ് ബിൻ റബീഅ, അദിയ് ബിൻ ഹാത്തിം എന്ന് പറയുന്ന രണ്ടാളുകളെ ഗവർണർ അയച്ചു ഉമറിന്റെ അടുക്കലേക്ക്. അവർ രണ്ടുപേരും മദീനയിൽ വന്നു. മദീന പള്ളിയുടെ അടുത്ത് അവരുടെ വാഹനങ്ങളെ കെട്ടി, എന്നിട്ട് പള്ളിയിൽ പ്രവേശിച്ചു. അവിടെ അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അപ്പൊ അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ രണ്ടാളുകളും ലബീദും അദിയും
രണ്ടാളുകളും പറഞ്ഞു, ഇസ്തഗ്ദിൻ ലനാ അലാ അമീരിൽ മുഅ്മിനീൻ ഉമറ, ഞങ്ങൾക്ക് അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി താങ്കൾ ഒന്ന് അനുവാദം ചോദിക്കണം, നിങ്ങളൊന്ന് അനുവാദം വാങ്ങണം. ഇത് കേട്ടപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയും എന്നിട്ട് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ താങ്കൾക്ക് സലാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സംബോധന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്, എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ ബദാലക ഫീ ഹാദൽ ഇസ്ം ഇബ്നുൽ ആസ്, അംർ ഇബ്നുൽ ആസെ ഈ പേര് വിളിക്കാൻ നിനക്ക് എന്താണ് തോന്നിയത്? നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, നീ പറഞ്ഞത് എന്താണ്, അത് പുറത്ത് പറയുക തന്നെ വേണം. അപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഇവിടെ ലബീദ് ബിൻ റബീഅയും അദി ബിൻ ഹാത്തിമും വന്നിരിക്കുന്നു. അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീന്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അനുവാദം ചോദിക്കണം എന്ന് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫഖുൽതു അൻതുമാ വല്ലാഹി അസബ്തുമാ ഇസ്മ, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് മനസ്സിലാക്കിയത്. ഇന്നഹു അൽ അമീർ, ഉമർ തീർച്ചയായും അമീറാണ്. വനഹ്നുൽ മുഅ്മിനൂൻ, നമ്മൾ വിശ്വാസികളുമാണ്. അപ്പൊ വിശ്വാസികളായ നമ്മുടെ അമീറാണ് ആര്? ഉമർ. അവ താങ്കൾ അമീറുൽ മുഅ്മിനീനാകുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് മറുപടി പറഞ്ഞു. ഫജറൽ കിതാബു മിൻ ദാലിക്കൽ യൗം, അത് മുതൽ അങ്ങനെ അമീറുൽ മുഅ്മിനീൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് എഴുതാൻ തുടങ്ങി. ഇതാണ് ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. ഇത് സഹീഹാണ്. അപ്പൊ ഈ സഹീഹായ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് മനസ്സിലാക്കാം? ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് സംബോധന ചെയ്യപ്പെട്ട ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഈ പേര് വിളിച്ചത് ഈ രണ്ട് സഹാബികളാണ്, ലബീദ് ബിൻ റബീഅയും അതുപോലെ തന്നെ അദി ബിൻ ഹാത്തിമും. അബു ഹഫ്സ്, അൽ ഫാറൂഖ്, അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനെ 3 പേരുകളിൽ അദ്ദേഹം പ്രസിദ്ധനായി. മൂന്നാമത്തത് ഭരണം കിട്ടിയതിനു ശേഷമാണ് എന്ന് മാത്രം. ഇനി അദ്ദേഹത്തിന്റെ ശാരീരികമായ ഘടനയും പ്രകൃതവും നേരത്തെ അബൂ സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി, പണ്ട് കാലത്ത് ഫോട്ടോ ഒന്നുമില്ലല്ലോ, കൊത്തിവെക്കുന്നത് ഇസ്ലാം വിലക്കുകയും ചെയ്തു, രൂപം ഉണ്ടാക്കണമെന്ന് വരക്കണമൊക്കെ. അപ്പൊ പിന്നെ ഒരാളെ മനസ്സിലാക്കാൻ എന്താണ്, എഴുത്ത് കൂടി പ്രകടിപ്പിക്കാൻ. അപ്പൊ ആ എഴുതിയത് വായിച്ചാൽ ഒരാളുടെ രൂപം മനസ്സിൽ കിട്ടും. അത് വളരെ കൃത്യമായി അവർ ഓരോ കാര്യങ്ങളും പ്രത്യേകം പദങ്ങൾ ഉപയോഗിച്ച് എഴുതി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഖാന റളിയല്ലാഹു അൻഹു അബിയദ അംഹഖ തഅലൂഹു ഹുംറ ഹസനൽ ഖദ്ദൈനി വൽ അൻഫി വൽ ഐനൈൻ ഗലീദൽ ഖദമൈനി വൽ കഫൈൻ മജ്ദൂലുൽ ലഹ്മി വകാന തവീലൻ ജസീമൻ അസ്ല വകാന ഖവിയ്യൻ ശദീദൻ ലാ വാഹിനൻ വലാ ദഈഫൻ വകാന യഖ്ളിബു ബിൽ ഹിന്ന. അങ്ങനെ പറഞ്ഞു പോവാൻ. നല്ല വെളുത്ത് സുന്ദരനായ, വെളുപ്പിനോടൊപ്പം ചുവപ്പ് കലർന്ന, അപ്പൊ ചുവപ്പ് നല്ല ഗോതമ്പിന്റെ കളറിയല്ലേ, ഒരു വെളുപ്പും ചുവപ്പും കലർന്ന നിറം, അങ്ങനെയുള്ള നിറമുള്ള സുന്ദരമായ ഇരു കണ്ണുകളും മൂക്കും കവിൾത്തടവുമുള്ള, പരുത്ത കൈപ്പത്തികളും പരുത്ത 2 കാൽപാദങ്ങളുമുള്ള, തിങ്ങി ഇടതൂർന്ന അല്ലെങ്കിൽ ഉറച്ച മാംസപേശികളുള്ള, നീണ്ട ശരീരവും അതുപോലെ തന്നെ നല്ല കഷണ്ടിയുമുള്ള, ശക്തനും മല്ലനുമായ, ദുർബലനോ ബലഹീനനോ അല്ലാത്ത, താടിരോമങ്ങൾ ചായം പൂശിയ ആളായിരുന്നു അദ്ദേഹം. പിന്നെ നടന്നാൽ ധൃതിയിൽ നടക്കും, സംസാരിച്ചാൽ കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാവുന്ന നല്ല ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കും. വൈദ ലറബ ഔജ, ഉമറങ്ങാനും ആരെയെങ്കിലും അടിച്ചാൽ അത് വേദനയുണ്ടാക്കുന്നതുമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാണാം. അപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രൂപം, ഘടന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ, ഞാനതിൽ കോട്ട് ചെയ്തിട്ടില്ല, ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയത് കാണാം, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു കഴിവ് എന്ന് പറയുന്നത് അപൂർവമായ ചില ആളുകൾക്ക് മാത്രമുള്ള ഇരു കൈകൊണ്ടും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുക. ഇപ്പൊ നമുക്ക് വലത്തെ കൈകൊണ്ട് കിട്ടുന്ന സ്പീഡ് ഇടത്തെ കൈകൊണ്ട് കിട്ടൂല. ചില ആളുകൾ ഇടതന്മാരായിരിക്കും, ഇടതന്മാർക്ക് വലത്തെ കൈ കൊണ്ട് അതേ സ്പീഡിൽ പണിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും ഒരുപോലെ
ജോലി ചെയ്യാൻ കഴിവുള്ള അങ്ങനത്തെ ഒരു അപൂർവ കഴിവുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും. നേരത്തെ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള മൊത്തത്തിലൊരു വാക്ക് പറഞ്ഞുപോയി. 13 മക്കൾ, 9 ആൺകുട്ടികളും 4 പെൺമക്കളും ഉണ്ടായിരുന്നു. അതാരൊക്കെ, ആരാണ് ഉമ്മമാർ, ഭാര്യമാർ എന്നുള്ളത് ഇനി പറയാം. ജാഹിലിയത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു മദ്ഊൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയായ സൈനബ് ബിൻത്ത് മദ്ഊനിനെ കല്യാണം കഴിച്ചിരുന്നു. ഈ സൈനബ് ബിൻത്ത് മദ്ഊനിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് 3 കുട്ടികൾ ഉണ്ടായി. ഒന്ന് അബ്ദുള്ള, രണ്ടാമത്തേത് അബ്ദുറഹ്മാൻ അൽ അക്ബർ. അബ്ദുറഹ്മാൻ അൽ അക്ബർ എന്ന് പറയാൻ കാരണം അബ്ദുറഹ്മാൻ എന്ന പേരിൽ വേറെയും കുട്ടികളുണ്ട്. അപ്പോ വലിയ ആൾക്ക് അബ്ദുറഹ്മാൻ അൽ അക്ബർ, മുഹമ്മദ് അൽ അവൽ, മുഹമ്മദ് ഥാനി, മുഹമ്മദ് ഖാലിദ്, മുഹമ്മദ് റാബി എന്നൊക്കെ. ഇന്നും ഇന്ത്യയുടെ ഒരു അധ്യാപകനാണ് ഇവിടെ ലക്നൌവില് ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ. ആ സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യദർശിയായി അബുൽ ഹസൻ അലവി നദ്വിക്ക് ശേഷം അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് മുഹമ്മദ് റാബിയ അൻ നദ്വി. അറബിയിലെ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതുന്ന പണ്ഡിതനാണ്. അയാളുടെ പേര് മുഹമ്മദ് റാബി എന്നാണ്, 4ാമത്തെ മുഹമ്മദ്. അപ്പൊ ഇവിടെ അബ്ദുറഹ്മാൻ അൽ കബീർ എന്ന് അൽ അക്ബർ എന്ന് പറയാൻ കാരണം വലിയ അബ്ദുറഹ്മാൻ. ഇപ്പൊ ഒരേ കുടുംബത്തിന്റെ അളാപ്പൻ മുതൽ മക്കളൊക്കെ ഒരേ പേരിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരേ വലിയ ചെറിയത് കുടിക്കില്ല. അതേപോലെ ഇവിടെ അബ്ദുറഹ്മാൻ അൽ അക്ബർ, പിന്നെ ഹഫ്സ. അപ്പൊ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഹഫ്സ, ഈ 3 ആളുകൾ സൈനബ് ബിൻത്ത് മദ്ഊനിൽ ജനിച്ചവരാണ്. രണ്ടാമത്തെ ഭാര്യ മുലൈക്കത്ത് ബിൻ ജർവൽ. ഈ മുലൈക്കത്ത് ബിൻ ജർവലിൽ ഒരു കുട്ടി ജനിച്ചു, ഉബൈദുള്ള എന്നാണ് പേര്. പക്ഷെ ഈ മുലൈക്കയെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹമോചനം നടത്തി. 3 ഖരീബ ബിന്തു അബി ഉമയ്യ. ഈ ഭാര്യയിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ജനിച്ചത്. ഉമറുള്ളാഹിന്റെ സഹോദരിയുടെ പേരും ഫാത്തിമ തന്നെയാണ്. ഇവിടെ മകളുടെ പേരും ഫാത്തിമയാണ്. 4ാമത്തേത് ജമീല ബിന്തു ആസിം ഇബ്നു സാബിത്ത് ഇബ്നു അബിൽ അഖ്ല. ഔസ് ഗോത്രക്കാരിയായ ജമീല ബിന്തു ആസിം. അതിൽ കുട്ടികളില്ല. 5 ആത്തിക ബിന്തു സെയ്ദ്. ഈ ഭാര്യയിലാണ് അദ്ദേഹത്തിന്റെ മകനായ ഇയാള് ജനിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാള്. 6 ഉമ്മു ഹക്കീം ബിന്തുൽ ഹാരിസ്, 6ാമത്തെ ഭാര്യ, കുട്ടികളില്ല. 7 ഉമ്മു കുൽസൂം ബിന്ത് അലി ഇബ്നു അബി ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വേറെയും ഭാര്യമാരുണ്ടായിരുന്നു. അലിയുടെ ഭാര്യയും നബിയുടെ മകളുമായ ഫാത്തിമയുടെ മകളാണ് ആര്? ഉമ്മു കുൽസൂം. അതായത് നബിയുടെ പേരക്കുട്ടിയായ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ഈ ഉമ്മു കുൽസൂമിൽ സെയ്ദ്, റുഖയ്യ എന്നീ 2 മക്കളുണ്ടായി, ഒരാണും ഒരു പെണ്ണും. നമ്മൾ റുഖിയ എന്ന് പറയുന്നത് റുഖയ്യ എന്നാണ് ശരിയായ പദം. ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം, നമുക്ക് ശേഷം വിശദമായിട്ട് വരും. ഇത് അബൂ സിദ്ദീഖിനെ കുറിച്ച്, അബൂ സിദ്ദീഖും നബി കുടുംബവുമായുള്ള ബന്ധം നമ്മൾ വിശദീകരിച്ചില്ലേ നേരത്തെ. അതേപോലെ ഇവിടെ ഉമർ ഖത്താബിന്റെ പേര് കേട്ടാൽ ലയനത്തില്ലുന്ന ആളുകളാണ് ആര്? ഷിയാക്കൾ. പക്ഷെ അവരുടെ നേതാവായി പറയുന്ന അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളെയാണ് അവർ ലയനത്തിലിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ഈ പറഞ്ഞ 7 ആളുകൾ ഭാര്യമാരായി ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ആളുകളാണ്. ഇനി ഇത് കൂടാതെ 2 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീകളിൽ ഒരു അടിമ സ്ത്രീയുടെ പേര് ലുഹിയ എന്നാണ്. യമനിൽ നിന്നുള്ള യമൻകാരിയായ ഒരു സ്ത്രീയാണ് ലുഹിയ. ഈ ലുഹിയയിൽ 2ാമത്തെ അബ്ദുറഹ്മാൻ ജനിച്ചു. അബ്ദുറഹ്മാൻ അൽ അസ്ഗർ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അൽ ഔസത്ത് എന്ന് അറിയപ്പെടുന്ന ചെറിയ അബ്ദുറഹ്മാൻ. 9ാമത്തേത് വേറെ ഒരു അടിമ സ്ത്രീ കൂടി ഉണ്ടായിരുന്നു, ഫുക്കൈഹ. ഫുക്കൈഹാന്നോ ഫക്കീഹാന്നോ ഞാൻ കൃത്യമായി നോക്കിയില്ല. അതില് സൈനബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിച്ചു. അപ്പോ 7 ഭാര്യമാരും 2 അടിമ സ്ത്രീകൾ. അപ്പൊ അടിമ സ്ത്രീകൾ കുട്ടി ഉണ്ടായ പിന്നെ അതിന് എന്താ പറയാ? ഉമ്മു വലത്, കുട്ടിന്റെ അമ്മ എന്ന് പറയാ, കുട്ടിന്റെ അമ്മ. അപ്പൊ അവിടെ സംശയം ഉണ്ടാവും, ഈ 7 ആളുകളെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് ഒരേ സമയത്ത് കല്യാണം കഴിച്ചതാണോ? അല്ല, ഇത് ജാഹിലിയത്തിലാണ്. നേരത്തെ ആദ്യം പറഞ്ഞത് സൈനബ് ബിന്ത് മദ്ഊൻ, അത് ജാഹിലിയത്ത് കല്യാണം കഴിച്ചതാണ്.
പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടാളുകളെ തലാഖിയിലെ സംഭവം പറഞ്ഞു. അപ്പൊ നിലവിൽ 4-ലധികം ഭാര്യമാർ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ 7 ആളുകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 ഉമ്മു വലതും ഉണ്ടായിരുന്നു. അങ്ങനെ 7ഉം 2 ഉമ്മു വലതും 9 ആളുകൾ. എല്ലാറ്റിലുമായി 13 കുട്ടികൾ. 13-ൽ 9 ആണും 4 പെൺകുട്ടികളും. ഇനി പണ്ട് അടിമത്ത സമ്പ്രദായമുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളായി പട്ടാളക്കാരായ സഹാബത്തിന് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുക്കും. ഇനി ഇസ്ലാമിന്റെ മുമ്പ് അടിമകളായി വാങ്ങിയ കൂട്ടത്തിൽപ്പെട്ട അടിമകളും ഉണ്ടാകാം. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അടിമകളായി അസ്ലം, യർഫ, മിഹ്ജഅ്, ഹനിയ്, മാലിക്, റാഫിഅ്, ദക്വാൻ, ഫർഖദ്, ഫറൂഹ്, സാരിയ 10 ആളുകൾ അദ്ദേഹത്തിന്റെ അടിമകളും മോചിതരായ അടിമക്കാണ് മൗല എന്ന് പറയാം. നേരത്തെ അടിമയായിരിക്കും, പിന്നെ അവരെന്ത് ചെയ്യും, സ്വതന്ത്രമാക്കി വിടും. അങ്ങനെ 10 പേരുണ്ടായിരുന്നു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജാഹിലിയത്തിലെ അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു? എഴുത്തും വായനയും അന്ന് വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുത്തും വായനയും പഠിച്ച സാക്ഷരനായ ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ ഖത്താബ്, അദ്ദേഹം കുറെ ഒട്ടകങ്ങളും കാര്യങ്ങളും മൃഗങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഈ ഒട്ടകങ്ങളെ മേയ്ക്കാൻ വേണ്ടി ബാപ്പ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും അല്ലെങ്കിൽ ആ ജോലി ഏൽപ്പിക്കുകയും അങ്ങനെ ഒരു കാലികളെ, പ്രത്യേകിച്ച് ഒട്ടകങ്ങളെയും മൃഗങ്ങളെയും മേയ്ക്കുന്ന ആ ഒരു പരുക്കൻ ജോലിയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഏർപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഡംബര ജീവിതത്തിന്റെ സുഖങ്ങളൊന്നും അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ബാപ്പയുടെ അല്പം പരുഷമായ സ്വഭാവവും അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ മേച്ച് നടക്കുക എന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്പം ഒരു പരുക്കൻ സ്വഭാവം ഉണ്ടാകാൻ അത് കാരണമായിട്ടുണ്ട് എന്ന് ചില ചരിത്രകാരന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ശരിയായിരിക്കാം. പിന്നെ മൃഗങ്ങളെ മേയ്ക്കുക, അതോടൊപ്പം അദ്ദേഹം കച്ചവട വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഈ 2 ജോലികളിലൂടെയും അദ്ദേഹം തന്റെ വരുമാന മാർഗം, സമ്പാദ്യം കണ്ടെത്തി. ഈ 2 ജോലിയും എന്താണ്? നല്ല സഹനവും ക്ഷമയും ആവശ്യമുള്ള ജോലിയാണ്. ഇപ്പൊ പ്രവാചകന്മാരെല്ലാം ഇടയന്മാരായിരുന്നു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആടുകളെ മേച്ചിട്ടുണ്ട്. എന്തിനാണത്? ആ ഇടയവൃത്തിയിലൂടെ എന്ത് ചെയ്യാം? സഹനശീലം, ക്ഷമയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവും ഈ കച്ചവടവും അതുപോലെ തന്നെ ഇടയവൃത്തിയിലൂടെയും ക്ഷമയും സഹനവും, ഈ 2 ഗുണങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ശക്തിയും സാമർഥ്യവും പ്രയാസങ്ങളെ നേരിടാനുള്ള കരുത്തും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ 2 മേഖലയും അല്പം ചില ഗുസ്തി പ്രയോഗങ്ങളും ഒക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നല്ല ഗുസ്തിയിൽ അദ്ദേഹം നിപുണനായിരുന്നു. മൃഗങ്ങളെ മേച്ച് നടന്നതുകൊണ്ടും നല്ല കരുത്തനും മല്ലനുമായി ജീവിച്ചത് കൊണ്ടും കുതിര സവാരി കലയിൽ, അതൊരു കലയാണ് അല്ലെ? കുതിരയോട്ട മത്സരം അറിയാത്ത ആൾക്കാരെ മുകളിൽ കയറിയാൽ കുതിര 2 നടത്താൻ നോക്കി തെറിച്ച് താഴെ വീഴും. കാരണം അവിടെ സീറ്റ് ഉറക്കൂല. ആ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം അറബി ഭാഷയും, നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശി ഗോത്രത്തിൽ ഒരു മധ്യസ്ഥന്റെ അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധിയുടെ റോളിലും അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് നല്ല അറിവും കഴിവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജാഹിലിയത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിത വൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പിതാവിന്റെ അല്ലെങ്കിൽ പിതാമഹന്മാരിൽ നിന്ന് കിട്ടിയ ഈ നയതന്ത്ര പ്രതിനിധിയുടെ ജോലി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ ഇബ്നുൽ ജൗസിയും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ ഒരു സഫീറായി, അംബാസഡറായി അയക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ജാഹിലിയത്തിൽ പലരിലും ഉണ്ടായിരുന്ന വിഗ്രഹാരാധനയും അതിനോടുള്ള താല്പര്യവും അത് മുറുകെ പിടിക്കുക എന്നുള്ളതും, ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് ഇതിനെതിരിൽ രംഗത്ത് വന്ന മുസ്ലിങ്ങളോട് കടുത്ത പകയും വിദ്വേഷവും അതുപോലെ തന്നെ പീഡനമുറകളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു എന്ന സ്വഭാവം ഉമറിൽ ഉണ്ടായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങളായ ആളുകൾക്ക് പേടിയായിരുന്നു. പൊതുവെ എല്ലാവർക്കും ഭയപ്പാട്. കാരണം നല്ല ശക്തനും മല്ലനുമായ ആളാണ്. അതോടൊപ്പം നല്ല കണിശ സ്വഭാവത്തിന്റെ ഉടമയാണ്.
അതോടൊപ്പം താൻ വിശ്വസിക്കുന്ന ഈ മക്കയുടെ പരിസര പ്രദേശങ്ങളിലും അതേപോലെ ഈ അറബി സാഹചര്യത്തിലുമുള്ള താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളെ സഹായികളും ശഫായത്തിന്റെ ആളുകളും ശുപാർശക്കാരുമായി ഒക്കെ കണ്ടുകൊണ്ട് അവരോട് ആരാധിക്കുക, പ്രാർത്ഥന നടത്തുക എന്ന കാര്യം ഇസ്ലാം വന്നതോടുകൂടി പൊളിഞ്ഞു പോകുമോ എന്ന ഒരു പേടി ഉമറുണ്ടായിരുന്നു. കാരണം തന്റെ വിശ്വാസം ശരിയാണ്, അതുകൊണ്ട് അത് തകരാതെ നിലനിൽക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ അദ്ദേഹം എതിർത്തിട്ടുള്ളത്. തന്റെ വിശ്വാസം ശരിയാണ് എന്നതുകൊണ്ടും ആ വിശ്വാസം കൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഇത് സാധാരണ നബിചരിത്രം പറയുന്ന പുസ്തകങ്ങളിലൊക്കെ കാണാം. എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി മുസ്ലിങ്ങൾ തയ്യാറായി നിൽക്കുന്നു. കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ബിൻത് ഹന്തമ എന്ന മഹദി, അതായത് ആമിർ ബിൻ റബീഅയുടെ ഭാര്യ, ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ആമിർ ബിൻ റബീഅ അവിടെ അല്ല. ഈ സംഘത്തിന്റെ അടുത്തുകൂടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. അപ്പൊ അവിടെ നിന്ന് ഉമർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ഇങ്ങനെ ഞങ്ങൾ ഹിജ്റ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹിബക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സുഹബത്ത് സഹവാസമുണ്ട്, അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ സംഭവം ഉദ്ധരിക്കുന്ന ഉമ്മു അബ്ദില്ല ബിൻതു ഹന്തമ പറയാണ്, ഈ വാക്ക് കേട്ടപ്പോൾ ഉമറിൽ നിന്ന് ഒരു റിഖത്ത്, ഒരു അലിവ്, ഇതുവരെ കാണാത്ത ഒരു അലിവും സ്നേഹവും എനിക്ക് കാണാൻ സാധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആമിർ റബിയ തിരിച്ചു വന്നു. അപ്പൊ ആമിർ റബിയയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉമർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആമിർ റബിയ ഉമ്മു അബ്ദില്ലയോട് ചോദിച്ചു, അല്ല കഅന്നകി ഖദ് തമഅതി ഫി ഇസ്ലാമി ഉമർ, ഉമർ മുസ്ലിം ആകും എന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടല്ലോ, അങ്ങനെ വല്ല പൂതിയും നിനക്കുണ്ടോ? ഖുൽതു നഅം. അപ്പൊ ഈ ഉമ്മു അബ്ദില്ല പറഞ്ഞു, അതെ, ഉമർ മുസ്ലിം ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആമിർ ബിൻ റബിയ പറഞ്ഞു അത്രേ, ഇന്നഹു ലാ യുസ്ലിം ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്, ഉമറിന്റെ വാപ്പ ഖത്താബിന്റെ കഴുത മുസ്ലിം ആകുന്നത് വരെ ഉമർ മുസ്ലിം ആവുകയില്ല. എന്നാൽ ആ കഴുതയേക്കാൾ മോശമാണ് ആര്? ഉമർ. കഴുത മുസ്ലിം ആയാൽ പോലും അല്ലെങ്കിൽ അതുവരെ ഉമർ മുസ്ലിം ആകുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് ആമിർ ബിൻ റബിയ പറഞ്ഞു എന്നാണ്. ഈ സംഭവം പല മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും മലയാളത്തിലും അറബിയിലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ അർ-റഹീഖുൽ മഖ്തൂം, വളരെ പ്രസിദ്ധമായ ഇന്ത്യക്കാരനായ മുബാറക് പൂരി എഴുതിയിട്ടുള്ള, സൗദി ഗവൺമെന്റ് ഫൈസൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പുസ്തകമാണ് റഹീഖുൽ മഖ്തൂം. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി സഹീഹു സീറ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 190ാമത്തെ പേജിൽ അദ്ദേഹം ഇത് പ്രസ്താവിച്ചു പോയിട്ടുണ്ട്. പുസ്തകത്തിന്റെ പേര് തന്നെ സഹീഹു സീറ എന്നാണ്. അപ്പൊ സഹീഹ് എന്ന നിലക്കാകാം അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. വേറെ അഭിപ്രായങ്ങളൊന്നും മറ്റ് പുസ്തകങ്ങളിൽ ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തിയതും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിന്റെ പരമ്പരയിലുള്ള അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ആൾ, ഇയാൾ ദുർബലനാണ് എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ കുറിച്ച് സത്യസന്ധനാണ്, പക്ഷെ അദ്ദേഹത്തിന് ചില ഔഹാമുകളുണ്ട്, എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്ത ചില ഊഹങ്ങൾ, അത്തരം ചില വഹമുകളുള്ള ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തഖ്രീബിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഇമാം അഹമ്മദിന്റെ വാചകത്തിലും മത്രൂഖുൽ ഹദീസ്, ഇയാളുടെ വാചകങ്ങൾ, ഹദീസുകൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ്. ഇമാം നസായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ലൈസ ബി ഖവിയ്യിൻ, ഇയാൾ ബലപ്പെട്ടവനല്ല എന്നാണ്. ഇമാം ദഹബി അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിനെ കുറിച്ചും ഇതേ അഭിപ്രായം പറഞ്ഞത് കാണാം. അദ്ദേഹം ഖവിയല്ല, ഹദീസിന്റെ കാര്യത്തിൽ ബലപ്പെട്ടവനല്ല എന്ന്. അപ്പോ ഇങ്ങനെ പലരും രേഖപ്പെടുത്തിയ അഭിപ്രായം വെച്ച് ഇവിടെ പ്രഗത്ഭരായ 4 ആളുകൾ, ദഹബി, അതുപോലെ തന്നെ നസായി, ഇമാം അഹമ്മദ്, ഇബ്നു ഹജർ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറ്റം വെച്ച് നോക്കുമ്പോ എന്താണ്, ദുർബലനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിലൂടെയാണ് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഉമറിനെ കുറിച്ച കഴുതയേക്കാൾ മോശമാണ് എന്ന അഭിപ്രായ പ്രകടനം ശരിയല്ല എന്നർത്ഥം. ഉമറിൽ നിന്ന് ഉപദ്രവങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറെ വിഷയം. രണ്ടാമത്തേത്,
അറബികൾക്കിടയിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 2 സ്ഥലങ്ങളിൽ, 2 അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കൊരു കുട്ടിയുണ്ടായി എന്ന ഒരു വാർത്ത അറിയിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ബാപ്പ എന്താണ്, ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, മനസ്സിൽ തന്റെ ദുഃഖം കോപവും കടിച്ചമർത്തി അവന്റെ മുഖം ഇരുണ്ടതായി മാറും ജനിച്ച കുട്ടി പെണ്ണാണ് എന്ന് കേട്ടാൽ. അങ്ങനെ അവർ ജീവനോടെ കൊന്നുകളയും. ഇന്നിപ്പോ കൊല്ലുന്നില്ല. എപ്പോഴും പ്രസവിച്ചതിന് ശേഷം, പ്രസവിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നു, അതിനേക്കാൾ ക്രൂരമായി കൊന്നുകളയുന്നു. പിന്നെ ഈ സ്വഭാവം ഉണ്ടാവും. ഇത് നല്ല വജഹു മുസ്വദ്ദൻ, ഇനി കൊല്ലണമൊന്നുമില്ല, പ്രസവിച്ചു കുട്ടി എന്താ വെച്ചാ പെണ്ണാ എന്നറിയോ, മറ്റത് എന്നറിയോ, എന്താ മറ്റു സന്തോഷം ഉണ്ടാവും. എത്ര വലിയ ഈമാനിലാണെങ്കിൽ അതൊരു ഇതൊരു വേണ്ടാത്ത സാധനം എന്നുള്ളവർക്ക് ഒരു എന്നുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ നല്ല വജഹു മുസ്വദ്ദൻ, മുഖം ഒന്ന് ഇരുളും, ആണാന്നല്ലോ ഒരു തെളിച്ചുണ്ടാവും. പെണ്ണുകുട്ടിയാകുമ്പോ സന്തോഷം ഉണ്ടാവും എപ്പോഴും. ഒരു 3 2 3 ഒക്കെ എന്തായി ആണായി, ഇനിയുള്ളത് പെണ്ണാകണം എന്ന് ആഗ്രഹിച്ചു, അങ്ങനെ പെണ്ണായി കിട്ടിയാൽ അതും കൂടി ആണായാലോ, അപ്പം സന്തോഷിക്കോ? ഇല്ല. കാരണം അവൻ കൊതിച്ചത് എന്താ, പെണ്ണ്. ഇതൊക്കെ ഒന്ന് ജനങ്ങൾക്കിടയിലുള്ളതാണ്. അപ്പം ഇനി അത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും വഹുവ കദീം, പുറത്ത് കാണില്ല പക്ഷെ ഉള്ളിലുണ്ടാവും ഇതും അങ്ങനെ തന്നെ ആയി പോയല്ലോ എന്നുള്ളത്. അപ്പൊ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ മാറ്റല്ല എന്നല്ല, അതിനേക്കാൾ മോശമാണെന്ന് അർത്ഥം. മറ്റത് വെളിച്ചം കണ്ടതിന് ശേഷമാണ് കൊല്ലുന്നത്. ഇത് വെളിച്ചം കാണാതെ 3 ഇരുട്ടറകളിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്, അല്ലെ? ആ 3 ഖുർആൻ പറഞ്ഞ ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് തന്നെ ക്രൂരമായി പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് കൊന്നുകളയുന്നു. അപ്പൊ ജാഹിലിയത്തിൽ ഇത്തരം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെയും ആളുകൾ കൂടെയുണ്ട്, ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു ഒരേ സമയത്ത്. എന്നാൽ ഒരു ഇരുത്തത്തിൽ. അപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് ഉമറെ താങ്കൾ ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തത്? അപ്പൊ ഉമർ പറഞ്ഞു, കുന്നാഫിൽ ജാഹിലിയ്യ നസ്നഉ സനമൻ മിനൽ അജ്വ, അജ്വ കാരക്ക കൊണ്ട്, അതിന്റെ കുരൊക്കെ പോയിട്ട് ഇങ്ങനെ മുണ്ടിയാൽ എന്താവും, മാവ് വെച്ച മാതിരിയാവുമല്ലോ, അങ്ങനെ അപ്പതിലൂടെ. അങ്ങനെ അജ്വ കൊണ്ട് ഞങ്ങൾ വിഗ്രഹത്തെ ഉണ്ടാക്കുമായിരുന്നു. ഫനഅബ്ദുഹു, മണ്ണുകൊണ്ട് ബിംബത്തുണ്ടാക്കുന്നതിന് പകരം അജ്വ അല്ലെങ്കിൽ മാവ് ഉപയോഗിച്ചിട്ട് വിഗ്രഹത്തിനുണ്ടാക്കുക, അതിനെ ആരാധിക്കും, വിശക്കും പകരം തിന്നും ചെയ്യും, അല്ലെ? അത് വേറെയും ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ ഞങ്ങൾ അജ്വ ഉപയോഗിച്ച് വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും സുമ്മനവെക്കുലഹു, പിന്നെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ അത് തിന്നും ചെയ്യും. ഹാദാ സബബു ളിഹ്കി, ഇതാണ് ഞാൻ ചിരിക്കാനുള്ള കാരണം. അത് എന്തൊരു വിഡിത്ത! മാവ് കൊണ്ട് അല്ലെങ്കിൽ കാരക്ക കൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കുക, അതിനെ ആരാധിക്കുക, ദൈവത്തിന് തന്നെ തിന്നുകയും ചെയ്യുക. പണ്ട് ചെയ്ത ഈ വിവരമില്ലാത്ത പണിയോർത്താണ് ഞാൻ ചിരിച്ചത്. എന്നാൽ ഞാൻ കരഞ്ഞതോ വലിയന്നഹു കാനത്തിൽ ഇബ്ന, എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ഫഅറത്തു വഅദഹ, അവളെ ജീവനോടെ കുഴിച്ചു മൂടാൻ വേണ്ടി. ഇവിടെ കുഴിച്ചു മൂടുക എന്നാണ് വഅദ എന്ന വാക്കിനകത്ത്. ഇത് മരിച്ചതിന് ശേഷമല്ല, ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് അറബിയിൽ പറയുന്ന വാക്കാണ്. അതാണ് ഖുർആനിൽ വഇദൽ മൗഊദതു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജാഹിലിയത്തിൽ അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഉമർ ഖത്താബ് തന്നെ പറയാൻ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ കുഴിച്ചു മൂടാൻ ഞാൻ ഉദ്ദേശിച്ചു, അങ്ങനെ അവളെയും കൂട്ടി ഞാൻ പോയി, എന്നിട്ടൊരു കുഴി കുത്തി. അപ്പൊ കുട്ടിയും കൂടെ ഉണ്ട്. കുഴി കുത്തി ഫസാറത്ത് തൻഫദു തുറാബൻ ലിഹിയതി, കുഴി കുഴിക്കുമ്പോ എന്റെ താടിയിൽ കുഴിന്റെ വക്കത്തുനിന്ന് മണ്ണായി. മുടിയിൽ മണ്ണ് വരലല്ലോ, ഈ താടിയിൽ പെരണ്ട മണ്ണ് ഈ കുട്ടി തട്ടി ഒഴിവാക്കി തന്നു. എന്നിട്ട് ജീവനോടെ എന്റെ താടിയിൽ നിന്ന് ആ മണ്ണ് തട്ടിയ കുട്ടിയെ അതേ കുഴിയിൽ എന്ത് ചെയ്തു, ഞാൻ ജീവനോടെ കുഴിച്ചു മൂടി. ഇതോർത്താണ് ഞാൻ കരഞ്ഞത് എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ചിരിയും കരച്ചിലും എന്തിനാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞതായി ഇത് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖുറൈശി എന്ന് പറയുന്നത് ഒരുപാട് ഉപഗോത്രങ്ങളുള്ള ഒരു ഗോത്രമാണ്, വലിയൊരു ഗോത്രം. ആ വലിയ ഗോത്രത്തിന്റെ തറവാട്ട് പേരാണ് ഖുറൈശ്. അതിലിങ്ങനെ മക്കളായിട്ട് പലതിനും പല പേരുണ്ട്. അതില് ബനു അദി ഉപഗോത്രത്തിലാണ് ആര് ജനിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. എന്നാൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഉപഗോത്രങ്ങൾ തമീം, ഖൈസ്, ഹുദൈല്, കിന്ദ, ബക്ർ,
ഇങ്ങനെയുള്ള പല ഗോത്രങ്ങളിലും കുറേശികൾക്ക് പുറമെയും ഇതുപോലുള്ള ഗോത്രങ്ങളിലൊക്കെ ജീവനോടെ കുഴിച്ചു മൂടുക എന്ന സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് കാണാം. എന്നാൽ വേറെ ചില അറബികൾ അവര് ഇതിനെ എതിർക്കുകയും പിതാക്കന്മാരിൽ നിന്ന് ഇങ്ങനെ കൊന്നുകളയും എന്ന് പേടിക്കുന്ന ബാപ്പമാരിൽ നിന്ന് പെൺകുട്ടികളെ വാങ്ങി സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. സഅദ് ഇബ്നു നാജിയ എന്ന് പറയുന്ന ആളെ പോലെ അദ്ദേഹം അഹിയൽ മൗഊദാത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന കുട്ടികളെ ജീവിപ്പിച്ചവൻ അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്ന പേരിൽ ഈ സഅസ അറിയപ്പെട്ടിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. എന്ന് പറഞ്ഞാൽ അറബികളിൽ മുഴുവൻ വ്യാപിച്ച ഒരു സ്വഭാവമായിരുന്നില്ല എന്ത്, ജീവനോടെ കുട്ടികളെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത്. ചില ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു, ചില ഗോത്രങ്ങൾ അതിനെ എതിർത്തിരുന്നു. എന്നാൽ ഇവിടെ വിഷയം എന്താ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു പണി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഈജിപ്തുകാരനായ എഴുത്തുകാരനാണ്, വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ സഹാബികളിൽപ്പെട്ട പല ആളുകളെ കുറിച്ചും പല പുസ്തകങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം എത്രത്തോളം കുറ്റമറ്റ ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ എത്രത്തോളം ശരിയല്ലാത്ത ചിന്തകളുണ്ട് എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ അറിയപ്പെട്ട പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനും എഴുത്തുകാരനുമാണ് ആര്, അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്. അദ്ദേഹം ഈ ചരിത്രം ഉദ്ധരിച്ചതിന് ശേഷം ഈ സംഭവത്തെ എതിർത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ദിറാസാത്ത് നഖ്ദിയ്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ഗ്രന്ഥകാരൻ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ന്യായം, ഈ സംഭവം അങ്ങനെ തന്നെ ശരിയാകാൻ സാധ്യതയില്ല. കാരണം അറബികളിൽ എല്ലാ ഗോത്രങ്ങളിലും ഇത് ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ അതിനെ എതിർത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം വ്യാപകമായി ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ കൊല്ലപ്പെട്ടിട്ടില്ല. ആ ഫാത്തിമന്റെ അടുക്കലേക്ക് പോയി ഖുർആൻ കേട്ടു എന്നൊക്കെയാണല്ലോ ചരിത്ര കഥകളിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഫാത്തിമ എന്ന സഹോദരി കൊല്ലപ്പെടാതെ ജീവനോടെ നിലനിന്നിട്ടുണ്ട്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ ഹഫ്സ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പെൺകുട്ടിയാണ്. കാരണം നേരത്തെ പറഞ്ഞു, ആദ്യം കല്യാണം കഴിച്ച സൈനബ് ബിൻത്ത് മലൂനിലാണ് ആര് ജനിക്കുന്നത്, ഹഫ്സ ജനിക്കുന്നത്. അപ്പോ നബുവത്തിന്റെ ഏകദേശം 5 വർഷം മുമ്പ് ഹഫ്സ ജനിച്ചിട്ടുണ്ട്. കൊല്ലുകയാണെങ്കിൽ ഈ 5 കൊല്ലത്തിന് മുമ്പ് കൊല്ലപ്പെടണം. പിന്നെ അദ്ദേഹം മുസ്ലിം ആകുന്നത് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ്. നബുവത്തിന് കുറെ കാലം കഴിഞ്ഞ് വൈകിയാണ് മുസ്ലിം ആകുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിനിടയിൽ കൊല്ലപ്പെടാം. പിന്നെ അതിലും വലിയായിട്ട് കൊല്ലൂലല്ലോ, കൊല്ലുകയാണെങ്കിൽ ആൾക്ക് കൊല്ലപ്പെടേണ്ടതാണ്. അപ്പൊ ഫാത്തിമ സഹോദരി കൊല്ലപ്പെട്ടിട്ടില്ല, ഹഫ്സ കൊല്ലപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ 4 സൈനബ്, വേറെ 4 ആളുകൾ എണ്ണി അല്ലെ, ഈ 4 റുഖയ്യ, പിന്നെ ഒരാൾ കൂടെ ഉണ്ട്. ഈ 4 ആളുകളും 4 പെൺകുട്ടികൾ ആർക്കുണ്ടായിട്ടുണ്ട്, മുഹത്താറുണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്തിനും ഒന്നിനെ മാത്രം ബാക്കിയാക്കണം, ബാക്കിനെ കൊല്ലണ്ട. ഇനി അതിൽ ചിലത് പിൽക്കാലത്തുണ്ടായിരിക്കാം. എന്നാൽ ഹഫ്സയെ പോലുള്ള ചില ആളുകൾ ആദ്യകാലത്ത് ജാഹിലിയത്തിൽ ഉണ്ടായതുമാണ്. അപ്പൊ അവരെയൊന്നും അദ്ദേഹം കൊന്നിട്ടില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യസന്ധമായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം ഇങ്ങനെ കൊന്നു എന്നത് വ്യക്തമല്ല എന്നുള്ളതാണ്. അടുത്തത് ഇസ്ലാം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായ സംഭവം. എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാവുന്ന റിപ്പോർട്ടുകളൊന്നും സഹിഹായി വന്നിട്ടില്ല എന്നാണ് ദുക്തൂർ അക്രം അൽ ഉമരി രേഖപ്പെടുത്തുന്നത്. പല സഹാബികളെ കുറിച്ചും ഇന്ന സമയത്ത് ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്രാമത്തെ ആളായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കൃത്യമായ സമയപരിധി ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാനെ കുറിച്ച് പറയാൻ സാധ്യമല്ല. മറ്റു ചില ആളുകൾ പറയുന്നത്, ഉസ്മാൻ അൽ ഖമീസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, അത് ഈ ഇപ്പോഴും കുവൈത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്, ഷിയാക്കളെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതൻ. അദ്ദേഹം പറയുന്നത് നബുവത്തിന്റെ 6ാം വർഷമാണ്, നബിക്ക് നബുവത്ത് കിട്ടി 6 വർഷം കഴിഞ്ഞിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് എന്നാണ്. എന്നാൽ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹു സീറയിൽ പറയുന്നത് വഹുവ യദുല്ലു അലാ തഅഖുരി ഇസ്ലാമി ഉമർ റളിയല്ലാഹു അൻഹു അല്പം വൈകിയാണ് മുസ്ലിം ആയത് എന്നാകുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാചകം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, അതിന്റെ ചുരുക്കം അതാണ്. ഫയകൂൻ ഇസ്ലാമുഹു ഖബ്ലൽ ഹിജ്റത്തി ബിനഹ്വി മിൻ 4 സിനീൻ വദാലിക ബഅദൽ ബിഅസ ബിനഹ്വി 9 സിനീൻ. നേരത്തെ പറഞ്ഞു ഉസ്മാൻ അൽ ഖമീസ് പറഞ്ഞു എത്രാം കൊല്ലം, 6ാം കൊല്ലം. ഷെയ്ഖ് അൽബാനി പറയുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഹിജ്റയുടെ 4 വർഷം മുമ്പ്, അപ്പൊ ഒരു 7ന് ശേഷം, നബുവത്തിന്റെ 7 വർഷത്തിന് ശേഷം ഏകദേശം 8-9 കൊല്ലം അത്ര
കഴിഞ്ഞിട്ടുണ്ടാകാം എന്നാണ് 13ാമത്തെ വർഷമാണ് നബി ഹിജ്റ പോകുന്നത്. ചുരുക്കത്തിൽ തുടക്കത്തിലല്ല, മക്ക കാലഘട്ടത്തിന്റെ പകുതിയും കഴിഞ്ഞതിന് ശേഷമാണ് ആയിരിക്കാം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് എന്നുള്ളതാണ്. വേറെ ചില ആളുകൾ പറയുന്നത് എത്യോപ്യയിലേക്കുള്ള 1ാമത്തെ ഹിജ്റയ്ക്ക് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത്. കാരണം നേരത്തെ പറഞ്ഞ സംഭവം ശരിയാണെങ്കിൽ ഇത് ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാൽ പോലും ആകുന്നത് വരെ ഉമർ മുസ്ലിം എന്ന ആ സംഭവം രണ്ടഭിപ്രായങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ആ സമയത്ത് ശരിയാണെങ്കിൽ എന്തായിട്ടില്ല, ഉമർ മുസ്ലിം ആയിട്ടില്ല. അപ്പൊ അതിന് ശേഷമാണ് എന്ന് ചില ആളുകൾ പറയുന്നു. ഇങ്ങനെ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു എന്ന് മുസ്ലിമായി എന്നതിനെ സംബന്ധിച്ചുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കാരണം എന്താ, മുസ്ലിമായി കിട്ടിയാൽ ഒരു ഉപകാരമുള്ള ആളാണ്. കാരണം എന്തിനും പറ്റും. തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും തറവാടിത്തം കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ശക്തിയായി മാറും ഉമർ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം, അല്ലാഹുവേ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ, ബി അഹബ്ബി ഹാദൈനി റജുലൈൻ, ഈ രണ്ടാളുകളിൽ ഇലയിക്ക നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട്. ഒന്നാരാ, ബി അബി ജഹ്ലിൻ, അബൂജഹലിനെ കൊണ്ട്, ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട്. ഖാല വകാന അഹബ്ബഹുമാ ഇലൈഹി ഉമറു, അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു? ഉമർ ആയിരുന്നു. അപ്പൊ നബി രണ്ടാൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പകരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് സ്വഹീഹായ ഹദീസാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഉമറിന് അള്ളാഹു ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകുകയും ചെയ്തു. ഇനി അദ്ദേഹം മുസ്ലിം ആയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അല്ലെങ്കിൽ വ്യത്യസ്തമായ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കഥകൾ പ്രസിദ്ധമാണെങ്കിലും എല്ലാ കഥകളെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവയെല്ലാം ദുർബലമാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നം, ജാഹിലിയത്തിൽ കണ്ട ഒരു സ്വപ്നം ഇമാം ബുഖാരി 3659 നമ്പർ ഹദീസായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസിൽ പറയുന്ന സ്വപ്ന കഥ, അതിലുള്ള അതിന്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യം പറയാം. ഖാല ഉമറു സദഖ ബൈനനാ അന നായിമുൻ ഇൻദ ആലിഹതിഹിം ഇദ് ജാഅ റജുലുൻ ബിഇജ്ലിൻ ഫദബഹഹു ഫസറഹ ബിഹി സാരിഖുൻ ലം അസ്മഅ സാരിഖൻ ഖത്തു അശദ്ദ സൗതൻ മിൻഹു യഖൂലു യാ ജലീഹ് അംറുൻ നജീഹ് റജുലുൻ ഫസീഹ് യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ അല്ലാഹു ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ. അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാര്യമാണ് എന്ത്, ഞാനിങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ എന്ത് ആലിഹത്തിഹിം, ജാഹിലിയത്തിലെ ആളുകളുടെ വിഗ്രഹങ്ങൾക്കടുത്ത് ഞാൻ കിടന്നുറങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ ഒരു ഇജ്ലുമായി, ഇജ്ൽ തന്നെ നമ്മൾ സാധാരണ പശുക്കുട്ടി എന്ന്, ശരിക്കും പശുക്കുട്ടിയല്ല മൂരിക്കുട്ടിയാണ്. മൂരിക്കുട്ടി എന്നാൽ മൂരിക്കുട്ടൻ അല്ലേ, ഒരു മൂരിക്കുട്ടനുമായി വന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ അടുക്കൽ വെച്ച് അതിനെ അറുത്തു, വിഗ്രഹങ്ങൾക്ക് അടുക്കൽ വെച്ച്. ഫസറഹ ബിഹി സാരിഖുൻ ലം അസ്മഅ സാരിഖൻ ഖത്തു അശദ്ദ സൗതൻ മിൻഹു, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത അതിശക്തമായ ഒരു ശബ്ദം, ഒരു അട്ടഹാസം ഒരാൾ നടത്തി. എന്തോ അങ്ങനെ വിളിച്ചു പറഞ്ഞു. യഖൂലു, അദ്ദേഹം എന്താണ് പറയുന്നത്? യാ ജലീഹ് അംറുൻ നജീഹ് റജുലുൻ ഫസീഹ്, ജലീഹ് എന്ന് വിളിച്ചുകൊണ്ട് അംറുൻ നജീഹ്, വിജയകരമായ ഒരു കാര്യം. ഇതാ റജുലുൻ ഫസീഹ്, സ്ഫുടമായി സംസാരിക്കുന്ന ഒരാൾ. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ എന്ത് പറയുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. ഫഖുംതു, ഇത് കേട്ടപ്പോൾ ഞാൻ ഉണർന്നു എഴുന്നേറ്റു. ഫവഥബൽ ഖൗമു, ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ ചാടി എഴുന്നേറ്റു. ഖുൽതു ലാ അബ്റഹു ഹത്താ അഅലമ മാ വറാഅ ഹാദാ, ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ത് എന്നറിയുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉമർ പറയാം. ثم نادى يا جليح أمر النجيح رجل فصيح يقول لا إله إلا الله. വീണ്ടും അയാൾ ആ വിളിച്ചു പറയുന്ന ആൾ ഇതേ കാര്യം വിളിച്ചു പറഞ്ഞു. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുണ്ട്. ഫഖുംതു ഫമാ നശിബ്നാ അൻ ഖീല ഹാദാ നബിയ്യുൻ, അങ്ങനെ ഞാൻ ഉണർന്നു. പിന്നെ കൂടുതൽ വൈകിയില്ല. അപ്പോഴതാ ഹാദാ അൻ ഖീല ഹാദാ നബിയ്യുൻ, ഇതാ ഒരു നബി എന്ന് പറയപ്പെട്ടു. അപ്പൊ ഇത് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ്, നബി പ്രവാചകനായി വരുന്നതിന്റെ അല്പം മുമ്പാണ് എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നമാണ്. അപ്പൊ വിഗ്രഹത്തിനടുക്കൽ വെച്ച് മൃഗത്തെ അറുക്കുക എന്ന് പറയുന്നത് എന്താണ്? ശിർക്കായ കാര്യമാണ്. അത് ജാഹിലിയത്തിൽ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അത്തരം വിശ്വാസം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ഒരു അറിവ് നടന്നപ്പോൾ ഒരാള് ഉറക്ക ശബ്ദത്തിൽ വിളിച്ചു പറയാണ് എന്ത്, ഇതാ വിജയകരമായ ഒരു കാര്യം,
ഇതാ ഒരു സ്ഫുടമായ ഒരാൾ, അയാൾ എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അപ്പൊ ആളുകൾ ചാടി എഴുന്നേൽക്കുന്നു. ഉമർ അവിടെ തന്നെ നിൽക്കുന്നു. വീണ്ടും അയാൾ ഇത് പറയുന്നു. പിന്നാണ് ഇതാ നബി വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നത്. അപ്പൊ ജാഹിലിയത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരു സ്വപ്നത്തിലൂടെ ഉമറിന്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു നബി വരാനുണ്ട് എന്ന കാര്യവും അദ്ദേഹത്തിന് ഈ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കപ്പെട്ടിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദുർബലതയുള്ളതാണ്. അബുവിന്റെ ഒരു പക്ഷേ